റെഡ്മിയുടെ റെഡ്മി പാഡ് എസ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി പാഡ് എസ് എന്ന ടാബിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇതിൽ 11 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 1920x1200 ആണ്. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ടാബ് 18,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ LCD പാനൽ എന്നുള്ളത് ഓക്കെയാണ് ടാബ്ലറ്റുകളുടെ കാര്യത്തിൽ. പിന്നെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. ഈ ടാബിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നത് 400 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഈ ടാബിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഈ ടാബിൻ്റെ വെയിറ്റ് വരുന്നത് 478 ഗ്രാമാണ്. ഈ ടാബിൻ്റെ ലെവൻഡർ പർപ്പിൾ, ഗ്രാഫൈറ്റ് ഗ്രേ, അതുപോലെ തന്നെ മിൻറ്റ് ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സർ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ ഒന്നുമല്ല, എന്നാലും തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ ടാബിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4 GB റാമാണ് വരുന്നത്. 6 GB റാമുമായിട്ട് വരുന്ന ഒരു വെർഷനും 8 GB റാമുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. 3 വെർഷൻസിലും 128 GB ഇൻറ്റേർണലാണ് വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടൊക്കെ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ടാബിൽ വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള MIUI സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ 8 മെഗാ പിക്സൽ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊന്നും വരുന്നില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡേ ഇതിൽ വരുന്നുള്ളൂ. അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയി എന്ന് പറയേണ്ടി വരും. കാരണം 8000 mAh ബാറ്ററിയൊക്കെ 10 വാട്ടിൻ്റെ ചാർജർ വെച്ചിട്ട് ചാർജ് ചെയ്ത് ഫുൾ ആകുമ്പോഴത്തേന് കുറച്ച് അധികം ടൈം എടുക്കും. ഒരു 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടെങ്കിലും കൊടുക്കായിരുന്നു. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആ ബാറ്ററി സെറ്റപ്പ് അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് ഈ ടാബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് €199 എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 18,100 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫീച്ചേഴ്സ് ബെസ്റ്റാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് അത്രയേ ഉള്ളൂ. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ ചിലപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്തേക്കാം. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ടാബിൻ്റെ വില ഇത്രയും കൂടുതൽ വരാൻ ചാൻസ് ഇല്ല. കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ ഓൾറെഡി 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി പാഡ് എന്ന ടാബ്ലറ്റ് അവൈലബിൾ ആണ്. അതിലാണെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനേക്കാൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു ടാബിൻ്റെ വില അതിനേക്കാൾ കുറവായിരിക്കാനാണ് സാധ്യത. അപ്പം ഈ ടാബിൻ്റെ വില മിക്കവാറും ഇന്ത്യൻ മാർക്കറ്റിൽ 15,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും വരിക. അപ്പം നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ടാബ് ഇന്ത്യൻ മാർക്കറ്റിൽ ചിലപ്പം ഒരു 13,000 അല്ലാന്നുണ്ടെങ്കിൽ 12,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ പുറത്ത് വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും റെഡ്മിയുടെ റെഡ്മി പാഡ് എസ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.